നമസ്കാരം. നമസ്കാരം. പക്ഷേ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മഹാരാഷ്ട്ര പൊളിറ്റിക്സാണ്. സ്വാഭാവികമായിട്ടും മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ ശിവസേന വരും, പഴയ അച്ഛൻ ബാൽ താക്കറെ വരും. ശിവസേന തുടങ്ങി വെച്ച അദ്ദേഹമാണല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഉദ്ധവ്, അദ്ദേഹത്തിൻ്റെ മരുമകൻ രാജ് താക്കറെ, അങ്ങനെ കഴിഞ്ഞ ഒരു 20 വർഷത്തെ പിണക്കമൊക്കെ മറന്ന് ഈ താക്കറെ കുടുംബമൊക്കെ ഒന്നിക്കാൻ പോകുന്നു എന്നത് അതിനൊരു പ്രത്യേക കാരണമുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഹിന്ദി സ്കൂളുകളിൽ അവരുടെ ഔദ്യോഗിക ഭാഷയായിട്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. ഈ മറാത്ത രാഷ്ട്രീയം, അവർക്ക് മറാഠി എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത വികാരമുള്ള സംഭവമല്ലേ. അതവരുടെ രാഷ്ട്രീയത്തെ വലിയ തോതിൽ ചലനമുണ്ടാക്കാൻ സാധിക്കുന്നല്ലേ ഇവരുടെ ഇപ്പോൾ ഈ പൊതുസമ്മേളനത്തിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഈ മറാത്ത പൊളിറ്റിക്സിനെ ഏറ്റവും ഒടുവിലത്തെ ഡെവലപ്മെൻറ്റിനെ പോസിറ്റീവായി കാണുന്നുണ്ട്, ദേശീയ പ്രാധാന്യമുള്ളൊരു സംഭവമായിട്ട് കാണുന്നുണ്ട്. അത് അവിടുത്തെ ഒരു കുടുംബവഴക്ക് പോലെയാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പോലും വിശേഷിപ്പിച്ചത്. പക്ഷേ അത്ര ചെറുതല്ല അതിൻ്റെ സാംസ്കാരിക പ്രാധാന്യം ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ശിവസേന എന്ന പാർട്ടി ഉണ്ടാകുന്നത് തന്നെ വർഗീയമായിട്ടല്ല, ഒരു മണ്ണിൻ്റെ മക്കൾ വാദത്തിലൂടെയാണ്. മുംബൈ എന്ന മഹാനഗരം ഈ സൗത്ത് ഇന്ത്യക്കാരും ബാഹ്യശക്തികളും വന്ന് നിറഞ്ഞിട്ട് അധോലോകത്തിൻ്റെ കേന്ദ്രമായപ്പോൾ അവിടുത്തെ മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണക്കാർ ഈ പുറമേ നിന്ന് വന്ന വരത്തന്മാർ നമ്മൾ പറയില്ലേ, അവരായിത്തീർന്നൊരു ഘട്ടത്തിലാണ് ഒരു മറാത്ത ദേശീയവാദം ഉയർത്തിക്കൊണ്ടാണ് ഈ യഥാർത്ഥത്തിൽ ശിവസേന വന്നത്. ശിവസേന അതിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഹിന്ദു ദേശീയവാദം ഉയർത്തിയിട്ടില്ല. ഇല്ല, അത് കറക്റ്റ്. മണ്ണിൻ്റെ മക്കൾ മറാത്താവാദമാണ് ഉയർത്തിയത്. അത് ഒരു സാംസ്കാരിക ബഹുത്വത്തിൻ്റെ ഒരു നാട്ടിൽ അവൻ്റെ സ്വത്വം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത്, അവൻ്റെ പ്രാദേശിക സ്വത്വം ഉയർത്തിപ്പിടിക്കുക എന്നത്, സാംസ്കാരിക സ്വത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മോശം കാര്യമല്ല. അത് പോസിറ്റീവായിട്ട് കാണേണ്ടതാണ്. അതാണ് എൻ്റെ ഒരു കാര്യം. അതുകൊണ്ട് ഇപ്പോൾ പിൽക്കാലത്ത് ഉണ്ടായൊരു അപകടം, ഈ ശിവസേനയിൽ പിളർപ്പുണ്ടാവുകയും ശിവസേനയിൽ ഒരു വിഭാഗം പോയിട്ട് BJP പിന്തുണക്കുകയും ചെയ്യും. അപ്പോൾ ഏക്നാഥ് ഷിൻഡെയുടെ ഗ്രൂപ്പ് പോയിട്ട് BJP പിന്തുണക്കുകയും ചെയ്തപ്പോൾ ശിവസേനയിൽ തന്നെ ഒരു വർഗീയ വിഭാഗം ഉണ്ടായി. അത് പക്ഷേ അധികാരത്തിന് വേണ്ടി മാത്രം ആണ് അവരുടെ കൂടെ ചേർന്ന്. എങ്കിൽ പോലും ഇത്തരം ഈ ഹിന്ദുത്വം ഉൾപ്പെടെയുള്ള ഈ മതവാദങ്ങളെ അവർക്ക് കൂടി അംഗീകരിക്കേണ്ടി വന്നല്ലോ, അധികാരത്തിന് വേണ്ടിയാണ്. എങ്കിൽ പോലും ഞാൻ പറഞ്ഞത് മതത്തിൽ നിന്ന് സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ട്രെൻഡാണ് കാണുന്നത്. രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും ഒന്നിക്കുന്നു എന്നതിൻ്റെ ഒരു പോസിറ്റീവ് സംഗതി അതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ഭാഷ സംരക്ഷിക്കാനുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ബഹുത്വം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തെ പിന്തുണക്കുകയാണ് വേണ്ടത്. നാനാത്വത്തിൽ ഏകത്വം. ഇന്ത്യയിലെ ഇപ്പോൾ ഔദ്യോഗിക ഭാഷകൾ തന്നെ 22 ഭാഷകളുണ്ട്. 22 ഭാഷകളിൽ ഇന്ത്യൻ പാർലമെൻറ്റ് സംസാരിക്കാൻ പറ്റും. അങ്ങനെ ഒരു രാജ്യം ലോകത്തില്ല. ഒരു ദേശത്തിനൊരു ഭാഷയല്ല, ഒരു ദൈവമല്ല, ഒരു വിശ്വാസമല്ല, ഒരു സംസ്കാരമല്ല എന്ന് പറയുന്നത് പോലെ. അതാണ് ഈ ഒരു ബഹുത്വം. അപ്പോൾ ഇന്ത്യയുടെ ഒരു കൾച്ചർ ഡൈവേഴ്സിറ്റിയെ കൂടി പ്രോത്സാഹിപ്പിക്കുന്നതും പിന്തുണക്കുന്നതുമായൊരു നീക്കമാണിത്. രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മളിപ്പോഴും ഒരു സൗത്ത് നോർത്ത് ഡിവൈഡ് ഉണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഹിന്ദി വിരുദ്ധത എന്ന് പറയുന്നത് എന്തോ തമിഴൻ്റെ മാത്രം ഒരു വികാരമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ തമിഴിൻ്റെ മേൽ ഹിന്ദി അടിച്ചേൽപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തമിഴ്നാട്ടിൽ വളരെ വൈകാരികമായി BJP വിരുദ്ധ, കേന്ദ്ര ഗവൺമെൻറ് വിരുദ്ധ നീക്കങ്ങൾ നടത്തുന്നത്. ഏറ്റവും വടക്ക് നിന്ന് അതേ ആശയം ഉയരുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ MK സ്റ്റാലിൻ്റെ ഗവൺമെൻറ് തമിഴ്നാട്ടിൽ ഉയർത്തുന്ന അതേ വാദം ബാൽ താക്കറയുടെ പുത്രൻ ഉദ്ധവ് താക്കറെയും ബാൽ താക്കറയുടെ മരുമോൻ രാജ് താക്കറെയും ചേർന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് ഉയർത്തുന്നു. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തെ തമിഴന്മാർ മാത്രമല്ല മറാത്തികളും ചെറുക്കും എന്ന് പറയുമ്പോൾ ഒരു ഏകദാനമായ ഒരു സംസ്കാരത്തെ, അത് ഭാഷയാകട്ടെ, മതമാകട്ടെ, വിശ്വാസമാകട്ടെ, എന്താവട്ടെ, അതിനെ ഒരു ഇന്ത്യയുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളെ പ്രാദേശികമായി ചെറുക്കുന്ന ഒരു പുതിയ പ്രതിരോധ സേന ശക്തിപ്പെടുന്നു. തമിഴൻ്റെ കൂടെ മറാത്തിയും ചേരും ആ പോരാട്ടത്തിൽ. അത് പോസിറ്റീവായിട്ടുള്ള ഒരു ദേശീയ വികാരം ഉണ്ടാക്കും. ഞാൻ പറയുന്ന ബഹുത്വത്തിലൂടെ ഒരു ദേശീയ വികാരം ഉണർത്തുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ മൂന്നാമത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. ഈ പക്ഷേ ഇവർ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പൊളിറ്റിക്കലി വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ. തീർച്ചയായിട്ടും ഉണ്ടാക്കും. കാരണം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സത്യത്തിൽ BJPക്കെതിരായി ഉണ്ടായി വന്ന ഒരു നല്ല പ്രതിപക്ഷ മുന്നണിയാണ് മഹാരാഷ്ട്ര. എന്താണ് വികാസ എന്ന് പറഞ്ഞില്ലേ, ഉദ്ധവ് താക്കറയുടെ നേതൃത്വത്തിൽ. അതിൽ NCP ഉണ്ട്. ഇപ്പൊ സംഭവിച്ചത് നീ നേരത്തെ പറഞ്ഞ പോലെ അധികാരത്തിന് വേണ്ടി ഇവരൊക്കെ ആശയം മറക്കുകയാണ്. എന്നിട്ട് ശിവസേനയിൽ ഒരു ഗ്രൂപ്പ് വളർന്നു പോയിട്ട് BJPയുടെ കൂടെ ചേർന്നു. NCPയിലൊരു വിഭാഗം പോയിട്ട് NCPയിൽ അതും കുടുംബവഴക്കാണ്. ശരത് പവാറിന്റെ കുടുംബത്തിലുണ്ടാകുന്ന ഒരു വഴക്ക് അത് രാഷ്ട്രീയമായ വഴക്കായി തീരുകയാണ്. ഇന്നലെ വരെ പറഞ്ഞ ആശയം മറക്കുകയാണ്.
അപ്പോൾ മഹാരാഷ്ട്ര വികാസ് എന്ന് പറയുന്ന ഈ മുന്നണി ഉണ്ടല്ലോ, വികാസ് അഗാഡി എന്നോ MP, അപ്പോൾ ആ മുന്നണിക്കും കുറെ കൂടി ശക്തി പകരും. ഇപ്പോൾ അവർ എനിക്ക് തോന്നുന്നു ശിവസേന ഒന്നിച്ചിട്ട് ഈ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ രാജ് താക്കറയുടെ പാർട്ടി 20 കൊല്ലത്തിന് ശേഷം ഉദ്ധവ് താക്കറയുടെ യഥാർത്ഥ ഒറിജിനൽ ശിവസേനയുമായി ഒത്തുകൂടിയിട്ട് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് പറയാൻ വളരെ പ്രാധാന്യമുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പിനേക്കാൾ പ്രധാനമാണ് ഈ കാര്യത്തിൽ ഒരു മറാത്തി ഭാഷയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം, അല്ലെങ്കിൽ ഹിന്ദിയോ സംസ്കൃതമോ അടിച്ചേൽപ്പിക്കുന്നതിനെതിരായുള്ള നീക്കം. മറാത്തികൾ ഒരിക്കലും ഇംഗ്ലീഷിനെതിരല്ല. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നാം ഭാഷ മറാത്തി ആവണം, നമ്മളെപ്പോലെ തന്നെ. രണ്ടാം ഭാഷ ഇംഗ്ലീഷ് ആവുന്നതിന് അവർക്ക് വിരോധമില്ല. പക്ഷെ മൂന്നാം ഭാഷ മറ്റൊരു ഇന്ത്യൻ ഭാഷ എന്ന് പറയുമ്പോൾ അത് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിന് അവരെതിരാണ്. ഐദർ ഹിന്ദി അല്ലെങ്കിൽ പിന്നെ സംസ്കൃതമാണ്. ഹിന്ദി ആയാലും സംസ്കൃതമായാലും ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ അത് രണ്ടും ദേവനാഗരി ലിപിയിലുള്ള ഭാഷകളാണ്. അത് മറാത്തികളുടെ ഒരു സ്വത്വത്തിനെ അത് ബാധിക്കുന്നുണ്ട്, സംസ്കാരത്തെ ബാധിക്കുന്നുണ്ട്. അവർ ആ അർത്ഥത്തിലൊക്കെ ഉള്ള വലിയ സ്വത്വവാദികളാണ്. മണ്ണിൻ്റെ മക്കൾ വാദം, ഭാഷയുടെ മക്കൾ വാദം ഒക്കെ ഒരുപോലെ സമാനമായ സാംസ്കാരിക വാദങ്ങളാണ്. നമുക്കതിനെ അങ്ങനെ കണ്ടാൽ മതി, പോസിറ്റീവായിട്ട് കണ്ടാൽ മതി. പക്ഷേ അത് എല്ലാവർക്കും ഒരു പാഠമാണ് കേട്ടോ. മഹാരാഷ്ട്രയിൽ സാധ്യമാണെന്ന് നൽകുന്നൊരു സന്ദേശം ചെറുതല്ല. അതെ, നേരത്തെ സൗത്ത് ഇന്ത്യയിൽ തമിഴന്മാർക്ക് മാത്രമേ ഹിന്ദിക്ക് വിരോധമുള്ളൂ എന്ന രീതിയിലാണ് അവർ സംസാരിച്ചിരുന്നത്. അതായത് ഇന്ത്യ ഒട്ടുക്ക് ഹിന്ദി സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ തമിഴന്മാർ ഹിന്ദിയെ അടിച്ചകറ്റുകയാണെന്ന് പറഞ്ഞിട്ട് തമിഴ്നാടിനെതിരെയുള്ള ഒരു വികാരം ഉണ്ടാക്കാനായിരുന്നു നേരത്തെ BJP ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് ഇനിയിപ്പോൾ ഇവിടെ അവിടെ അവരെ മറാത്തി സംസാരിക്കാൻ അതിനാണ് ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെയും ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം പരാജയപ്പെടുമ്പോൾ BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ഇനി വരാൻ പോണ തെരഞ്ഞെടുപ്പിൽ വലിയ വെല്ലുവിളിയാവും. അത് ഞാൻ പറയുന്നത് ഹിന്ദി ബെൽറ്റിലൊക്കെ തന്നെ ഈ ഒരു ചിന്ത ഉണരേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നരേന്ദ്രമോദി ആദ്യമായിട്ട് UN പോയി പ്രസംഗിച്ചിട്ട് തിരിച്ചു വന്നു. ആദ്യം ഫസ്റ്റ് ടേം പ്രധാനമന്ത്രിയായി തിരിച്ചു വന്നപ്പോൾ അമ്മയെ ഞാൻ ഹിന്ദിയിൽ പോയി പ്രസംഗിച്ചു അമ്മയോട് പറഞ്ഞു അത്രേ. അപ്പോൾ അമ്മ ചോദിച്ചു അത്രേ, നീ എന്താടാ ഗുജറാത്തി മറന്നു എന്ന്. ആ ചോദ്യം ഉണ്ടല്ലോ, അത് അമ്മയുടെ ചോദ്യമാണ്, അത് നമ്മുടെ ബ്ലഡിലുള്ള ചോദ്യമാണ്. അപ്പോൾ അമ്മയുടെ ഭാഷയാണ് മാതൃഭാഷയെങ്കിൽ മാതൃഭാഷ മറ്റെന്തിനേക്കാളും പ്രധാനമാണ്. മാതൃഭാഷ കഴിഞ്ഞിട്ടേ നമുക്ക് ദേശീയ ഭാഷ പോലും ഉള്ളൂ എന്ന ഒരു ബോധ്യം ഉണ്ടാകുന്നത് അതിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുണ്ടായാൽ നമുക്ക് മനസ്സിലാക്കാം. ദേവനാഗരി ലിപിയിൽ ഒരു ഭാഷ ആണ് ഹിന്ദി. അത് നമ്മുടെ ദ്രവീഡിയൻ ലിപിയിലുള്ള തമിഴോ മലയാളമോ കന്നഡയോ പഠിക്കുന്നവർക്ക് അന്യഭാഷയാണ്. അത് പഠിച്ചുണ്ടാക്കാൻ കുട്ടികൾ കഷ്ടപ്പെടും. അതുകൊണ്ടാണ് തമിഴ്നാട് അതിനെ എതിർക്കുന്നത്. സാംസ്കാരികമായ സ്വത്വം ഉണ്ട്. കാരണം വേറൊരു കാര്യം കൂടിയുണ്ട്, സംസ്കൃതത്തെക്കാളും പഴക്കമുള്ള ക്ലാസിക്കൽ ഭാഷയാണ് തമിഴ്. അതിൻ്റെ ഒരു ആഭിജാത്യവും ഒക്കെ അവരുടെ വാദത്തിലുണ്ട്. അപ്പോൾ ഈ പ്രശ്നം പക്ഷേ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഉയരുമ്പോൾ ചിത്രം വേറെയാണ്. വടക്കേ ഇന്ത്യയിൽ നിന്ന് ഉയരുമ്പോൾ ലിപി ഒന്നാണെങ്കിൽ പോലും, കാഴ്ചക്ക് സമാനമാണെങ്കിൽ പോലും, ഉച്ചാരണത്തിലും ശബ്ദത്തിലും ഒക്കെ ഏറെക്കുറെ ഒന്നാണെന്ന് തോന്നിയാൽ പോലും മറാത്തിയുടെ സ്വത്വം തീർച്ചയായിട്ടും ഒരു ഹിന്ദി സ്വത്വമല്ല. ഗുജറാത്തിയുടെ സ്വത്വം ഗുജറാത്തി സ്വത്വമാണ്. ഒറിയൻ ലാംഗ്വേജിൻ്റെ സ്വത്വം നിലനിർത്തിക്കൊണ്ട് വേണം ഹിന്ദിയെ അംഗീകരിക്കുകയോ സംവദിക്കുകയോ ഒക്കെ ചെയ്യാൻ. അതിന് പകരം ഒരു ഹിന്ദി ബെൽറ്റ്, ഹിന്ദി ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഹിന്ദു എന്നത് ഏകദാനമല്ല, ഇന്ത്യയിൽ 1000 ഹിന്ദു ഉണ്ട്. അതുപോലെ തന്നെയാണ് ഹിന്ദി എന്ന് പറയുന്ന ഒരു ഭാഷയിലേക്ക് ഇന്ത്യയെ പരിവർത്തനം ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. കാരണം ദേശീയ പ്രസ്ഥാനത്തിൽ ഈ ഭാഷകളെ ഒക്കെ ഒരുമിച്ച് പരിപോഷിപ്പിച്ചുകൊണ്ടാണ്. സുബ്രഹ്മണ്യ ഭാരതിക്കും രവീന്ദ്രനാഥ് ടാഗോറിനും ഒരുമിച്ചൊരു മൂവ്മെന്റിനെ നയിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ആ ഒരു സംസ്കാരത്തെ നിലനിർത്തിക്കൊണ്ട് വേണം ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ. അങ്ങനെ ഒരു ഇന്ത്യയുടെ ബഹുത്വം ഉയർത്തിപ്പിടിക്കുന്നതിൽ ഈ പുതിയ മറാത്ത നീക്കം, ഞാൻ പറയുന്നത് ശിവസേനയോടുള്ള മറ്റെന്തെല്ലാം രാഷ്ട്രീയ വിയോജിപ്പുണ്ടായാലും യാതൊരു മടിയും ഇല്ലാതെ സംസ്കാരത്തിന് വേണ്ടി ഒന്നിക്കാൻ അവർ തയ്യാറായി. പ്രത്യേകിച്ച് കുടുംബങ്ങൾ തമ്മിൽ പിണങ്ങിയാലുണ്ടല്ലോ, അറിയാലോ, ഉള്ള കാലത്ത് തീരൂല പക. പക്ഷേ 20 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും ഭാഷയ്ക്ക് വേണ്ടി, സ്വന്തം ഭാഷയ്ക്ക് വേണ്ടി, ആത്മാവിന് വേണ്ടി, ആത്മഭാഷ എന്ന് പറയില്ലേ, മാതൃഭാഷയ്ക്ക് വേണ്ടി അവർ ഒന്നിച്ചു എന്നത് സാംസ്കാരികമായും രാഷ്ട്രീയമായും ഇന്ത്യയിലെ പുതിയ കാലത്ത് പ്രാധാന്യമുണ്ട് എന്ന് വേണം നമുക്ക് ഇപ്പോൾ വിലയിരുത്താൻ.